അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി തള്ളി. തന്നെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി നടപടിക്കെതിരെയായിരുന്നു അജിത് കുമാറിന്റെ ഹർജി. മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് കോടതി പരാമർശവും ഹൈക്കോടതി നീക്കി. വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടിയെന്നായിരുന്നു ADGP MR അജിത് കുമാറിന്റെ വാദം. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ച പരാതിക്കാർക്ക് പ്രോസിക്യൂഷൻ അനുമതിക്കായി സർക്കാരിനെ സമീപിക്കാമെന്നും കോടതി. ചട്ടങ്ങൾ പ്രകാരം അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ അനുമതി തേടാത്തതിൽ വിജിലൻസ് കോടതിക്ക് വീഴ്ച സംഭവിച്ചെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിലെ മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന പരാമർശത്തെയും തിരുവനന്തപുരം വിജിലൻസ് കോടതി നിശ്ചിതമായി വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി വിജിലൻസിന്റെ ഭരണത്തലവൻ മാത്രമാണെന്നും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാൻ രാഷ്ട്രീയ ഉന്നതർക്ക് കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ പരാമർശവും ഹൈക്കോടതി നീക്കി. പരാമർശം അനുചിതമെന്നായിരുന്നു നിരീക്ഷണം. സ്വർണ്ണക്കടത്ത്, കവടിയാറിലെ ഫ്ളാറ്റ് വിൽപ്പന, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച നെയ്യാറ്റിങ്കര സ്വദേശി അഡ്വക്കേറ്റ് നാഗരാജാണ് MR അജിത് കുമാറിനെതിരെ പരാതി നൽകിയത്. ഹൈക്കോടതിയിലെ ഹർജിയിൽ മുൻ MLA PV അൻവറും ADGPക്കെതിരെ കക്ഷി ചേർന്നിരുന്നു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.